ബിസിനസ് ആവശ്യങ്ങൾക്ക് യുഎസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി വിസ ഇല്ലാതെ തന്നെ പോകാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ പ്രകാരം ഇനി വിദേശ പൗരന്മാർക്ക് വിസയില്ലാതെ തന്നെ യുഎസിലേക്ക് പോകാം. നിലവിൽ യുഎസിൽ വിസ നിയമങ്ങൾ മന്ത്രാലയം കർശനമാക്കിയതിനെ തുടർന്ന് പലരും യുഎസിലേക്ക് പോകുന്ന തീരുമാനം മാറ്റിവെച്ചിരുന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പല രാജ്യക്കാർക്കും അനുകൂലമായിട്ടാണ് യുഎസ് കൊണ്ടുവന്നിരിക്കുന്നത്. 2025 ഏപ്രിൽ മുതൽ 41 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ യുഎസിലേക്ക് പോകാനും അവിടെ താമസിക്കാനും സാധിക്കും. യുഎസ് വിസ വേവർ പ്രോഗ്രാം എന്ന പദ്ധതിയാണ് ഇതിന് യാത്രക്കാരെ സഹായിക്കുന്നത്. ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി വിസയില്ലാതെ തന്നെ വേഗത്തിൽ യുഎസിലേക്ക് പോകാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പലരുടെയും സംശയം. ഏതൊക്കെ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പോകാം? എന്താണ് വിസ വേവിയർ പ്രോഗ്രാം? യാത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ വേവിയർ പ്രോഗ്രാം ഉപയോഗിച്ച് യാത്ര ചെയ്യാം? മിഡിൽ ഈസ്റ്റ്, ഏഷ്യ പസഫിക്, യൂറോപ്പ് എന്നിവിടങ്ങളിലെ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും UK, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ പ്രോഗ്രാം വഴി യുഎസിലേക്ക് പോകാം. 2025 മാർച്ചിൽ റൊമാനിയ വിസ വേവിയർ പ്രോഗ്രാമിൽ ചേർന്നിരുന്നു. എന്നാൽ ഇന്ത്യ ഇതുവരെ ഇതിന്റെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് യുഎസിലേക്ക് പോകാൻ വിസ നിർബന്ധമാണ്. എന്താണ് വിസ വേവിയർ പ്രോഗ്രാം? അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് ട്രാൻസിസ്റ്റ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കായി 90 ദിവസം വരെ വിസയില്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന പ്രോഗ്രാമാണിത്. ഇതിൽ 41 വിദേശ രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അൻഡോറ, ഓസ്ട്രിയ, ബെൽജിയം, കൊറേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, ഐസ്ലൻഡ്, അയർലൻഡ്, ഇറ്റലി, ലാത്വിയ, ലെച്ചൻസ്റ്റൈൻ, ലത്വേനിയ, ലക്സംബർഗ്, മാൾട്ട, മൊണാക്കോ, നെതർലൻഡ്സ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സാൻ മെറീനോ, സ്ലോവേക്കിയ, സ്ലൊവേനിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും, ഓസ്ട്രേലിയ, ബ്രൂണൈ, ജപ്പാൻ, ന്യൂസിലൻഡ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂർ, തായ്വാൻ തുടങ്ങിയ ഏഷ്യൻ പസഫിക് രാജ്യങ്ങളും, ഇസ്രായേൽ, ഖത്തർ അടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ കൂടാതെ ചിലിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? നിങ്ങൾക്ക് കൃത്യമായൊരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതിൽ ബയോമെട്രിക് വിവരങ്ങൾ അടങ്ങിയ ഒരു ഡിജിറ്റൽ ചിപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ വിസ വേവിയർ പ്രോഗ്രാം വഴി യാത്ര ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപെങ്കിലും ഇതിനായി നിങ്ങൾ അപേക്ഷിക്കണം. 90 ദിവസത്തിൽ കുറഞ്ഞ യാത്രകൾ മാത്രം ഇതുവഴി നിങ്ങൾ നടത്തുക. ടൂറിസം, ബിസിനസ് ആവശ്യങ്ങൾക്കാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. നിങ്ങൾ തിരിച്ചു വരുമെന്ന് തെളിയിക്കാനായി റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ കരുതണം. 90 ദിവസത്തിനുള്ളിൽ രാജ്യം വിട്ടു പോകുമെന്ന് തെളിയിക്കുന്ന രേഖകളും ഉണ്ടായിരിക്കണം. ഇതിനു മുൻപ് വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ താമസിച്ച ചരിത്രമോ ക്രിമിനൽ കേസുകളോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ചില രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 90 ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല എന്നതിന്റെ തെളിവുകൾ കാണിക്കണം. വിസയില്ലാതെ 90 ദിവസം വരെ അമേരിക്കയിൽ താമസിക്കാം എന്നത് പലർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ചില നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കുക. യുഎസ് വിസ വേവിയർ പ്രോഗ്രാമിൽ അർഹരായ യാത്രക്കാർക്കും രാജ്യങ്ങൾക്കും യുഎസ് നിരവധി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിദേശ പൗരന്മാർക്ക് ടൂറിസത്തിനോ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യുഎസിലേക്ക് യാത്ര ചെയ്യാൻ വിസയ്ക്കായി ഇനി കാത്തു നിൽക്കേണ്ടി വരില്ല. ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ വഴി ഈ പ്രക്രിയ ലളിതമാക്കിയിരിക്കും. ഇത് ഓൺലൈനായി പൂർത്തിയാക്കാൻ സാധിക്കും. വിസ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ ടൂറിസം, ബിസിനസ് മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ, വ്യാപാരം എന്നിവയ്ക്കായി കൂടുതൽ പ്രോത്സാഹനങ്ങൾ യുഎസ് നൽകുന്നുണ്ട്. വിസ അപേക്ഷാ ഫീസും അനുബന്ധ ചെലവുകളും ഇതുവഴി നിങ്ങൾക്ക് ഒഴിവാക്കാം.